ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് ഹാജരായത്. ഷഫീദ് റാവുത്തർ തന്നെ തുടരുന്നു ആ വാർത്തയുടെ വിവരങ്ങളുമായി. ഷഫീദ്, ജാമ്യ വ്യവസ്ഥയിൽ ഈ കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു, ഫോൺ സമർപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യം ചെയ്യാം എന്ന കാര്യം കൂടി ഉത്തരവിലുണ്ടായിരുന്നു. എന്താണ് വിവരങ്ങൾ? രാഹുൽ എപ്പോൾ എത്തി? ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ ഷഫീദ്? അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം പേരൂർക്കട പോലീസ് ക്ലബ്ബിലാണ് രാഹുൽ ഹാജരായത്. ജാമ്യ ഉത്തരവിൽ ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ജാമ്യ ഉത്തരവിൽ വളരെ കൃത്യമായി പോലീസിനോട് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കണമെന്നും എന്ന നിർദ്ദേശമൊക്കെ പോലീസ് കോടതി നൽകിയിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ 10 മുതൽ 4 വരെ ഉള്ള സമയത്തിലടക്കം ചോദ്യം ചെയ്യാം, ആവശ്യമെങ്കിൽ പിന്നെയും വിളിച്ചു വരുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജാമ്യ ഉത്തരവിലുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ചോദ്യം ചെയ്യലിനെ ഹാജരാവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ പരാതിക്കാരി, ഒന്നാം കേസിലെ പരാതിക്കാരി കോടതിയിലെത്തുകയും തൻ്റെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറയുകയും അങ്ങനെ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു കേസാണ്, ഗുരുതരമായ കാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്തതാണ്. ഷഫീദ്, ചോദ്യം ചെയ്യൽ തുടങ്ങിയോ? ഹാഷ്മി, നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് ഈ പ്രത്യേക സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസ് എന്ന രീതിയിൽ അവർ ഇപ്പോൾ പറയുന്ന അഗസ്ത്യ ഗസ്റ്റ് ഹൗസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ആദ്യ കേസിൽ നിർണായകമാണ്. മാത്രമല്ല ആദ്യ കേസിൽ ഇതുവരെയും അന്വേഷണ സംഘത്തിന് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചോദ്യം ചെയ്യാനോ അതേപോലെ തന്നെ മറ്റു വിവരങ്ങൾ തേടാനോ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള, നേരത്തെ നമ്മൾ കണ്ടതാണ്, സീൽഡ് കവറിലടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളിലടക്കം വിവരശേഖരണം അത് ഉറപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല പരാതിക്കാരി ഏറ്റവും അപ്ഡേറ്റഡായി കോടതിയിൽ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങളും നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അഷ്മി, അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യം നൽകി വിട്ടയക്കണം എന്നുകൂടി ആ ഉത്തരവിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസിൽ ഇന്ന് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തൽ രാഹുൽ പ്രതീക്ഷിക്കണോ ഷഫീദ്? അറസ്റ്റ് റെക്കോർഡിക്കലാക്കി ജാമ്യം നൽകി വിട്ടയക്കുക, അത് സ്വാഭാവികമായും കോടതിയിൽ നിന്ന് ആന്റിസിപ്പേറ്ററി കിട്ടിയ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യാൻ പോവുക. മാത്രമല്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇതുവരെയും രാഹുലിനെ നേരിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണം, കുറ്റപത്രം, ഈ രണ്ട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ തിരുവനന്തപുരം പേരൂർക്കട അഗസ്ത്യ പോലീസ് ക്യാമ്പ് ഹൗസിൽ നടക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ നേരത്തെ ഈ ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിൽ പോലീസിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷണ സംഘം ഇന്ന് നടത്തും. അഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.